നിശ്ചയിച്ചിട്ട് സംസാരിക്കുമ്പോ ഇപ്പൊ എല്ലാരും ഒരുപോലെ പറയുന്ന കാര്യമാണ് നിശ്ചയിച്ച് അമ്മൂമ്മയാണോ ഒരു കൊച്ചിന്റെ അമ്മൂമ്മയാണോ എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷെ അത് അതിലൊരു ഫാക്ട് ഉണ്ട്, 10th കല്യാണം കഴിഞ്ഞ ആളാണെന്ന്. അപ്പൊ ആ പ്രായത്തിന്, അതായത് ഇപ്പൊ ആണെങ്കിൽ ചൈൽഡ് മാരേജ് എന്ന് പറയുന്നത് നമ്മള്. ഇപ്പൊ മാരേജ് തന്നെ ഒരു ഭയങ്കര ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. അതിൽ ഏർലി മാരേജ് എന്ന് പറയുന്നത് ആളുകൾ പല അഭിപ്രായങ്ങൾ പറയുന്ന ആളാണ്. അപ്പൊ വളരെ ഏർലി ടൈമിൽ കല്യാണം കഴിച്ച ആളെന്ന രീതിയിൽ ഇപ്പൊ ഞാൻ നിശ്ചയിച്ചോട് ചോദിക്കുകയാണെങ്കിൽ കല്യാണം നേരത്തെ കഴിക്കുന്നതുകൊണ്ടുള്ള പ്ലസും മൈനസും ചോദിച്ചാൽ എന്താ പറയാ? നേരത്തെ കഴിച്ചാൽ നമ്മൾ എന്തായാലും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നേരത്തെ ആവുന്നത് തന്നെയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം നമ്മൾ ആ നല്ല ഏജിൽ നമുക്ക് കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയി. ക്യാമറമാൻമാരെ ഒന്ന് കാണിക്കണുണ്ടോ? കേക്കുണ്ടോ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ രണ്ടഭിപ്രായമുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ നേരത്തെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളെ ഡെലിവറി അതൊക്കെ കഴിഞ്ഞ് കുട്ടികളെ നോക്കാൻ കുറച്ച് ആരോഗ്യം വേണം. അവരെ പുറകെ ഓടാൻ. പിന്നെ അമ്മൂമ്മ ആകുമ്പോഴും കുറച്ച് ആരോഗ്യം വേണം. ഇത് രണ്ടും ആരോഗ്യമുള്ളപ്പോൾ നടന്നാൽ പിന്നെ വലിയ പാടില്ല. കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നേരത്തെ കഴിക്കുന്നതാണ് നല്ലതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചില കുട്ടികൾക്ക് പഠിച്ച് അവർക്കൊരു സ്വാതന്ത്ര്യം എന്നുള്ളൊരു, ഇപ്പോഴത്തെ ജനറേഷൻ ആണെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിൽ കുറേ പ്ലാനിങ് ഉണ്ടാവും. അവരുടെ കരിയറിനെ കുറിച്ച് നല്ല പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാം. ഇതിപ്പോ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കുറെ കുട്ടികൾ കാണാൻ വരാറുണ്ട് നീലു അമ്മ എന്നുള്ള സ്നേഹം കൊണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് പറയോ? ഒരുപാടുണ്ട്. ഒരുപാട് കുട്ടികൾ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. തമിഴ്നാട്ടിൽ നിന്ന് ഒരു പയ്യൻ അമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ വീട്ടില് ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിൽക്കുമ്പോൾ എൻ്റെ മൂത്ത മോളും കുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അവള് ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ഉപ്പുമുളക് ലൊക്കേഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്താ ചോദിച്ചാൽ പറഞ്ഞ് ഒരു പയ്യൻ, ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു പയ്യൻ, പക്ഷെ നല്ല ഹൈറ്റൊക്കെ ഉണ്ട്, അതേ ഏജ് ഒന്നുമില്ല, ഒരു 23-24 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അമ്മയെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് ബാഗൊക്കെ അവിടെ വെച്ചിട്ട് അവിടെ നിൽക്കുക. അപ്പം അമ്മ വരാൻ വൈകുമെന്ന് പറഞ്ഞപ്പോൾ ബാഗ് അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് ഉറങ്ങണമെന്ന്, വൈകുന്നേരം പോകുമെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങനെ ബീച്ചേട്ടനും ഡയറക്ടർ അപ്പോൾ വേറൊരു പ്രദീപായിരുന്നു. അപ്പം അവൾ കരയാൻ തുടങ്ങി, പേടിച്ചു പോയി. അപ്പം അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ അവനെ വഴക്കുറയുന്നു എന്ന് വെച്ചാൽ അങ്ങനെ വാശി വെച്ചങ്ങനെ നിൽക്കുന്നത്, ഒരു വീടിന്റെ മുമ്പിൽ വന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് പെൺകുട്ടി മാത്രമുള്ള അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് പക്ഷെ വിഷമം വന്നു പോയി. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരമ്മ ഇല്ലാത്തതിന്റെ ദുഃഖം അതില്ലാത്തവർക്കാണ് അറിയാൻ പറ്റുള്ളൂ അല്ലേ. നമ്മൾ പലപ്പോഴും പല കുട്ടികളും ഏറ്റവും കൂടുതൽ വാശി പിടിക്കുന്നതും വഴക്കിടുന്നതും ദേഷ്യപ്പെടുന്നതും എല്ലാം അമ്മ അടുത്താണ്. കാരണം ഒരിക്കലും നമ്മളെ അവരെ തള്ളി പറയില്ല എന്നും നമ്മൾ വഴക്ക് പറഞ്ഞ കാരണം കൊണ്ട് നമ്മളെ ഉപേക്ഷിക്കില്ല എന്നും ഉറപ്പുള്ള ഒരാളാണ്. പക്ഷെ ആ അമ്മ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ വാല്യൂ മനസ്സിലാവണം. അപ്പം അങ്ങനെ തിരിച്ചറിഞ്ഞ ഒരാളെ നമ്മൾ കൂടുതൽ വേദനിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ അവരെ സ്നേഹത്തോടെ അവരെ കാരടുത്തൊക്കെ ആ കുട്ടിയെടുത്ത് സംസാരിച്ച് പിന്നെ കണ്ടു, സംസാരിച്ചു, അങ്ങനെ പോയി. തമിഴ്നാട്ടിലുള്ളവരൊക്കെ കാണുന്നുണ്ട് ഉപ്പുമുളക്. തമിഴുള്ള ആൾക്കാർ ഒരുപാട് കാണുന്നുണ്ട് കേട്ടോ. തമിഴുള്ള ആൾക്കാർ ഒരുപാട്, മലയാളം അവർക്ക് മനസ്സിലാവും, അതുകൊണ്ടായിരിക്കാം. ശരിയാണ്, ഭാഷകൾ തമ്മിൽ നമ്മളിപ്പോ തമിഴ് സിനിമ നമ്മൾ കാണില്ലേ, തമിഴ് സീരിയൽ ഉപ്പുമുളകൊക്കെ അവിടെ സീരിയൽ കാണുന്ന ഒരുപാട് മലയാളികളുണ്ട്, തമിഴ് സീരിയൽ കാണുന്നവരുണ്ട്, തമിഴ് സിനിമ നമ്മൾ എല്ലാവരും കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരും നമ്മളെപ്പോലെ തന്നെ എല്ലാവരും. ഓക്കെ, ശരി. ഇനി ഉപ്പുമുളകിലെ ഓൺ സ്ക്രീൻ, അതായത് നീലു അമ്മ, ഈ അമ്മ എന്ന് പറയുന്ന ഒരു ഇമേജ് ചേച്ചിക്ക് കൂടുതലുണ്ടല്ലോ. കാരണം ഇപ്പൊ സ്ക്രീനിൽ, ബിഗ് സ്ക്രീനിലാണെങ്കിലും മിനി സ്ക്രീനിലാണെങ്കിലും അമ്മ ഫീല് ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ ഓൺ സ്ക്രീൻ 5 മക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ 5 പേരെയും പറ്റി ഒരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എന്താ പറയാ? എല്ലാരും ഇഷ്ടമാണ്. എനിക്ക് ഒരിക്കലും അവരെന്നെ ഇപ്പൊ അഭിനയിക്കുകയാണെങ്കിൽ പോലും ഇപ്പൊ അവരൊക്കെ വളർന്നു, പക്ഷെ എങ്കിൽ പോലും എൻ്റെ ഉള്ളിൽ ഇപ്പൊ എൻ്റെ കുട്ടികളെ പോലെ തന്നെയാണ്. എൻ്റെ മനസ്സിൽ അവരെപ്പോഴും അങ്ങനെ തന്നെയാണ്. അവരൊരിക്കലും എന്നെ സ്നേഹിക്കാതിരിക്കില്ല, അല്ലെങ്കിൽ അവര് എപ്പോഴെങ്കിലും എന്നെ സ്നേഹിക്കണില്ല എന്ന് എൻ്റെ മനസ്സ് തോന്നിയാൽ എൻ്റെ കുട്ടികൾ എന്നോട് കാണിച്ചാൽ ഉണ്ടാവുന്ന അതേ വിഷമം എൻ്റെ ഉള്ളിലുണ്ട്. ഇതിലിപ്പോ ഇവരെല്ലാരും കുഞ്ഞായിരിക്കുമ്പോ തൊട്ട്, ഇപ്പൊ പാർക്കുട്ടി പ്രത്യേകിച്ച് തീരെ കുഞ്ഞായിരിക്കുമ്പോ തൊട്ട് കൂടിയുള്ള ആളാണല്ലോ. വലുതായി കഴിഞ്ഞപ്പോ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഈ 5 പേരിൽ ആർക്കെങ്കിലും കുറച്ചും കൂടെ പ്രായമായി കഴിഞ്ഞപ്പോ കേശുവിനോ ശിവയ്ക്കോ പാറുവിനോ? ഇല്ല, എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മളിപ്പോ നമ്മളെ കുട്ടികൾ, എൻ്റെ കുട്ടികൾ വളർന്ന് കുഞ്ഞിലത്തെ ക്യാരക്ടറാണോ ഇപ്പൊ? അല്ല, അവര് വളർന്നു കഴിയുമ്പോൾ അവർക്ക് അവരുടെ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാവും, നമ്മളോടുള്ള ഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടാവും, ഇല്ലേ?
നമ്മളോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് എല്ലാ കാര്യങ്ങൾക്കും അതേ വ്യത്യാസം അവർക്കും ഉണ്ടാവും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ പിന്നെ നമുക്ക് വിഷമം ഉണ്ടാവില്ല. ഈ റിയൽ ലൈഫിൽ അവരെ വഴക്കൊക്കെ പറയോ? എവിടെ ഉപ്പുമുളക്? വഴക്കൊക്കെ പറയോ? കേൾക്കലുണ്ടെന്ന്. ഇനി ഓൺ സ്ക്രീനിൽ ബിഗ് സ്ക്രീനിൽ നമ്മളെ കുട്ടികളെ, എന്റെ കുട്ടികളെ വഴക്കൊന്നും പറയുന്ന അത്രയും ഇതിൽ പറയില്ല. കാരണം നമുക്കത് പറയാൻ സ്വാതന്ത്ര്യം കുറച്ച് കുറവായിരിക്കും എങ്ങനെയൊക്കെ ആണെങ്കിലും. ഉപ്പും മുളകിലെ നീലുവിനെ അത്ര പെട്ടെന്നൊന്നും മലയാളി പ്രേക്ഷകർ മറക്കാനിടയില്ല. നമ്മുടെ എല്ലാം അമ്മമാരെ പോലെ ഒരു അമ്മയായി തന്നെയാണ് ഉപ്പുമുളകിലൂടെ നീലു നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് എത്തിയത്. പരമ്പരയിലെ 5 മക്കളുടെ അമ്മയായുള്ള നിഷ ഫാരംഗിന്റെ സ്വാഭാവിക അഭിനയവും നർമ്മ സംഭാഷണങ്ങളും അത്ര പെട്ടെന്നൊന്നും ആർക്കും മറക്കാനാകില്ല. ഉപ്പുമുളകിലെ അഭിനയ മികവിലൂടെ പല ചിത്രങ്ങളിലും ശ്രദ്ധേയമായ നിരവധി വേഷങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തണ്ണീർമത്തൻ ദിനങ്ങളിലെ അമ്മ വേഷവും അങ്ങനെ ലഭിച്ചതാണ്. 10ാം ക്ലാസ്സിന് പിന്നാലെ വിവാഹിതയായെങ്കിലും വിവാഹബന്ധം പരാജയത്തിൽ എത്തുകയായിരുന്നു എന്ന് നീലു പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് ആരുടെയും പിന്തുണയില്ലാതെയും നിരവധി പ്രതിസന്ധികൾ അതിജീവിച്ചു മക്കളെ വളർത്തിയ കാര്യങ്ങളൊക്കെ പല അഭിമുഖങ്ങളിലും നിഷ പങ്കുവച്ചിട്ടുണ്ട്. മക്കളൊക്കെ വലുതായ സ്ഥിതിക്ക് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഒറ്റയ്ക്കുള്ള ജീവിതം മടുത്തതായിട്ടും അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നടി വെളിപ്പെടുത്തിയിരുന്നു. ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരു പങ്കാളി വേണമെന്നാണ് താരം വ്യക്തമാക്കിയത്. പ്രായമായവരുടെ പ്രണയത്തെക്കുറിച്ചുള്ള തന്റെ മനോഹരമായ സങ്കല്പവും നിഷ അന്ന് പങ്കുവച്ചിരുന്നു. അമ്മയ്ക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തങ്ങൾ അതിന് തടസ്സം നിൽക്കില്ലെന്നും അമ്മയെ നോക്കുന്ന ഒരാളായിരിക്കണം എന്നാണ് മക്കളുടെ അഭിപ്രായമെന്നും നിഷ പറഞ്ഞു. അതിനു പിന്നാലെ നിരവധി വാർത്തകളാണ് എത്തിയത് നിഷയുടെ വിവാഹം സംബന്ധിച്ച്. ഇപ്പോൾ താൻ ഡബ്ബ് ചെയ്ത ചിത്രം കാണാൻ എത്തിയ നിഷയുടെ വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത്. കഴുത്തിൽ താലി അണിഞ്ഞ് നെറ്റിയിൽ സിന്ദൂരം ചാർത്തി എത്തിയ നിഷ ഫാരംഗിനെ കണ്ട എല്ലാവർക്കും ഞെട്ടലാണ് ഉണ്ടായത്. ആരെയും അറിയിക്കാതെ കല്യാണം കഴിഞ്ഞോ എന്ന സംശയവുമായി ഓൺലൈൻ മാധ്യമങ്ങൾ ചുറ്റും കൂടി. എന്നാൽ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി നൽകാതെ നിഷ ഫാരംഗ് നടന്നു നീങ്ങുകയായിരുന്നു. ഇത്രയും നാൾ മക്കൾക്ക് വേണ്ടി ജീവിച്ചു, ഇനിയൊരു കൂട്ട് വേണമെന്ന ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നല്ലോ, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന ചോദ്യത്തിന് ആ കുട്ടി അങ്ങനെ ചോദിച്ചു, ഞാൻ അങ്ങനെ പറഞ്ഞു എന്നായിരുന്നു മറുപടി. കല്യാണ വിശേഷം പങ്കുവെക്കാമോ എന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് എന്ത് കല്യാണ വിശേഷം, ആരുടെ എന്നാണ് നടി തിരിച്ചു ചോദിക്കുന്നത്. പുതിയ ജീവിതത്തിലേക്ക് കടന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നായിരുന്നു അടുത്ത ചോദ്യം. ജീവിതം പുതിയതല്ലല്ലോ, അതെപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അതിൽ പുതുമയില്ലല്ലോ എന്നായിരുന്നു നിഷ മറുപടി പറഞ്ഞത്. 50 വയസ്സുവരെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു, ഇനിയൊരു കൂട്ട് വേണമെന്ന് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് നല്ല കാര്യമല്ലേ, നല്ലത് എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്നാണ് നടി പറഞ്ഞത്. ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു പക്ഷെ ചിലപ്പോ ഞാൻ അതിന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നു. അല്ല, അത് ഇപ്പൊ നമ്മളൊരു ജോലി ചെയ്യുമ്പോ ആ ജോലി മര്യാദക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ ഫുഡ് എന്ന് പറയണത് ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യണം. നമ്മളിപ്പോ വേറെ എന്തിനേയും തിരക്കിനിടയില് നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. അപ്പൊ നമ്മള് അങ്ങനെ ഞാനിപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് എനിക്ക് സന്തോഷമുള്ളത്. ഇപ്പൊ വേറെ ആളെ നിർത്തിയിട്ട് അവരോട് ഞാൻ എങ്ങനെയൊക്കെ ചെയ്യൂട്ടോ എന്ന് പറഞ്ഞിട്ട് അത് അവര് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ വൃത്തിയിലും വെറുതെ ഒരു ഓണറായിട്ട് മാറി നിന്നിട്ട് കാര്യമില്ല. ഇപ്പൊ ഒരാൾക്ക് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി വിൽക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മളും കഴിക്കേണ്ടത് അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടാവും. അതിപ്പോ ഇപ്പൊ എന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമുക്കിപ്പോ എനിക്ക് രാവിലത്തേക്ക് എന്റെ ഫുഡ് ഉണ്ടാക്കി അത് കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂട്ടുക, എന്നിട്ട് അത് അവർക്ക് മറ്റുള്ളവർക്കും കൊടുക്കുക. അപ്പൊ അതൊരു പ്രത്യേക ഒരു സന്തോഷം ഉണ്ടാവും. കാരണം അപ്പൊ നമുക്ക് കൊടുക്കുമ്പോൾ തൃപ്തി ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് എന്റെ മനസ്സിൽ കിടക്കുന്നത്. അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ തുടങ്ങണം എന്നാണ് എന്റെ മനസ്സിൽ കിടക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് സമയം വേണം. ഫുൾ ടൈം അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ അതെന്തായാലും ഇപ്പോഴും അങ്ങനെ എന്തൊക്കെ നാടൻ ഭക്ഷണം അങ്ങനെയാണോ പ്ലാൻ ചെയ്യുന്നത്? അത്രേ ഉള്ളൂ, നാടനേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് അവിടുത്തെ സ്പെഷ്യൽ ഡിഷ് എന്തായിരിക്കും? ഫിഷ് ആയിരിക്കും. മീൻകറിയാണോ സ്പെഷ്യൽ? ഫിഷ് എനിക്ക് ഭയങ്കര ഇപ്പോഴും പണ്ട് എപ്പോഴും എൻ്റെ അമ്മയൊക്കെ പറയുന്ന കാര്യമാണ്, ഫിഷ് എന്ന് വെച്ചാൽ അവൾ മരിക്കും എന്ന് പറയാം. പക്ഷെ ഞാൻ ഉപ്പുമുളകിന് വേണ്ടി 7 വർഷം ഞാൻ ഫിഷ്, മീറ്റ് എല്ലാം, മുട്ട എല്ലാം അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം നമ്മൾ അവോയ്ഡ് ചെയ്ത് അത് ഉപ്പുമുളകിന് വേണ്ടി, ഉപ്പുമുളക് ഹിറ്റാവാൻ വേണ്ടി തുടങ്ങിയപ്പോൾ തലേന്ന് അവോയ്ഡ് ചെയ്തു. തുടങ്ങുന്നതിന്റെ തലേന്ന് എല്ലാം അവോയ്ഡ് ചെയ്തു. ഹിറ്റാവണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താണോ, ഏറ്റവും ഇഷ്ടമുള്ളത് കഴിക്കുന്നതിലാണ് കേട്ടോ. ഏറ്റവും ഇഷ്ടമുള്ളത് അവോയ്ഡ് ചെയ്താൽ നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടുമെന്ന് ഞാനിങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം അത്ര 7 വർഷം ഉപേക്ഷിച്ചു. പിന്നെ ഞാൻ ഇപ്പൊ ആറുമാതിച്ച് കഴിക്കുന്നുണ്ട്. ഈ ബാലുവും നീലുവും
ഓൺ സ്ക്രീനിൽ നിങ്ങൾ പെയറായിട്ട് വന്നതാണ് ഈ ലൈക്ക എന്ന് പറഞ്ഞാൽ ലൈക്ക അല്ലെ, ലൈക്ക എന്നല്ല മൂവിയുടെ പേര്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ മിനി സ്ക്രീനിൽ നിന്ന് നേരെ ബിഗ് സ്ക്രീനിൽ പെയറായിട്ട് വന്ന സമയത്ത്? നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ വ്യത്യാസം ഫീൽ ചെയ്തില്ല. അതെ അതെ, നമ്മളിപ്പോ ഇവിടെ ചെയ്യുന്നു അവിടെയും ചെയ്തു, അത്രേ ഉള്ളൂ. ഈ ബാലചേട്ടനോട് വർക്ക് ചെയ്യുമ്പോഴേ ചേട്ടൻ ഈ പറഞ്ഞ മാതിരി ബിജുചേട്ടൻ ഭയങ്കര എന്താ പറയാ ജിൽജിലായിട്ടുള്ള ഒരു മനുഷ്യനാണല്ലോ. എങ്ങനെയാ ചേട്ടനെ ആസ് എൻ ആക്ടർ ചേട്ടനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ വർക്ക് ചെയ്യുമ്പോഴൊക്കെ? വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും, ഇപ്പൊ നമുക്ക് കൂടെ അഭിനയിക്കുന്ന ഒരാള് നിൽക്കുമ്പോൾ നമുക്കൊരു ത്രില്ലാണ്, കട്ടക്ക് നിൽക്കും. അപ്പൊ ആ ഒരു സുഖം എനിക്ക് ബീച്ചോടൊപ്പം ചെയ്യുമ്പോൾ കിട്ടാറുണ്ട്. പിന്നെ എന്ന് വെച്ചാല് നമ്മളിപ്പോ ഒന്നിച്ച് അഭിനയിച്ച് നമുക്കൊരു ഫ്രീ എന്നുള്ളൊരു സംഭവം ഉണ്ട് അല്ലെ, എന്തെങ്കിലും ഇപ്പൊ ഞങ്ങളിപ്പോ ഷോർട്ടിലാണെങ്കിലും അല്ലെങ്കിലും ഇതേപോലെ തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ചെയ്ത് ഇതിപ്പോ നമ്മൾ അല്ലെങ്കിൽ പോലും സീനിലല്ലെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ ബാലചേട്ടനെ ഒരു പ്രാവശ്യം കണ്ടപ്പോ ചോദിച്ചായിരുന്നു, വീട്ടിൽ ചെന്നിട്ട് ഭാര്യനെ അറിയാൻ ചിലപ്പോ നീലോ ഒന്ന് വിളിക്കോ എന്ന് വെച്ചിട്ട് അങ്ങനെ വിളിച്ചിട്ടില്ല, അങ്ങനെ വിളിച്ച പ്രശ്നവും അല്ല അങ്ങനെ വിളിക്കേണ്ടി വരില്ലല്ലോ എന്തായാലും. ഈ ഫുൾ ടൈം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇതിൽ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കല്ലോ, അപ്പൊ മാറിപ്പോലോ ഈ ഉപ്പും മുളകും. ഈ സീനില് പക്ഷെ ബീച്ചേട്ടൻ എന്നെ നിഷാന്ന് വിളിക്കലുണ്ട്, അറിയാതെ. ഇടയ്ക്കൊക്കെ നിഷ എന്ന് പറയലുണ്ട്. നിഷാമൾ PS ആരെങ്കിലും വിളിക്കാറുണ്ട്? നിഷാമൾ KS. നമുക്കെല്ലാം പങ്കുവെക്കാൻ എപ്പോഴും ഒരു ആളുള്ളത് നല്ലതല്ലേ? ഒറ്റപ്പെടുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കും, ഞാനും അങ്ങനെ ചിന്തിച്ചു, അത് തെറ്റാണെന്ന് തോന്നുന്നില്ല എന്നും നിഷാ സാരംഗ് പറയുന്നുണ്ട്. എന്നാൽ അതിനു പിന്നാലെ നിഷാ സാരംഗ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റും പങ്കുവച്ചിരുന്നു. ഒന്നും വിട്ടുപറയാതെയാണ് നിഷാ സാരംഗിന്റെ പോസ്റ്റ്. സത്യസന്ധമായി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നും പലരും വഴിമാറിപ്പോയേക്കാം, കാരണം മനോഹരമായ കളങ്ങളെയാണ് പലരും ഇഷ്ടപ്പെടുന്നത് എന്നാണ് നിഷ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നീലു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയൂ. നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. കുറച്ചുപേർ പലതും പുറത്തുവിടുന്നു. എന്തായാലും എപ്പോഴായാലും എല്ലാം അറിയും. എങ്കിലത് നേരത്തെ ആയിക്കൂടെ? മറ്റുള്ളവർക്ക് ദോഷം വരുത്തരുതല്ലോ എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് നിഷ എന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും പറയാതിരിക്കാൻ വയ്യ. നിഷയെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ നിങ്ങളെ കാത്തിരിപ്പുണ്ട് എന്നാണ് പോസ്റ്റിന് താഴെ ഒരാളുടെ കമന്റ്.